നിർധന കുടുംബത്തിൽ ജനിച്ച് അതിസമ്പന്നനായി വളർന്ന് ലോകം കീഴടക്കിയ അമാനുഷിക കഥാപാത്രങ്ങളെ ചില സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആവേശം സിനിമയിലെ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രത്തിലുണ്ടായ മാറ്റവും പ്രേക്ഷകരെ വല്ലാതെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. ആ സിനിമയൊക്കെ ഇറങ്ങും മുൻപ് ഇതുപോലെ ചുരുങ്ങിയ കാലം കൊണ്ട് ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച നേടിയ ഒരു ചെറുപ്പക്കാരനുണ്ട് കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ കളിയിക്കാവിളയിൽ. 2018 വരെ ഒരു ഗ്യാസ് ഏജൻസിയിലെ ഡ്രൈവറിൽ നിന്ന് ഗുണ്ടാ നേതാവായി വളർന്ന ആഷ്ലിൻ ബൽമനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഇയാളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്? ഇതോടൊപ്പം കൊല്ലം കൊട്ടാരക്കരയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസുൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലോകത്തെ അതിസമ്പന്നരിൽ ഒരാൾ, സിനിമാ നിർമ്മാതാവ് എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിക്കുന്ന ഗുണ്ടാ നേതാവാണ് ആഷ്ലിൻ ബൽമൻ. ഇയാളുടെ ജീവിതം തന്നെ ദുരൂഹത നിറഞ്ഞതാണ്. 6 വർഷം മുൻപ് വരെയും കളിയിക്കാവിളയിലെ ഗ്യാസ് ഏജൻസിയിൽ ഡ്രൈവറായിരുന്ന ആഷ്ലിൻ്റെ സാമ്പത്തിക വളർച്ച അതിവേഗത്തിലായിരുന്നു. 2018 ശേഷം ഗൾഫിലേക്ക് പോയ ആഷ്ലിൻ തിരിച്ചെത്തിയത് ബിസിനസ് സംരംഭകൻ എന്ന നിലയിലാണ്. പെരുമ്പാവൂർ അനസ് ഉൾപ്പെടെയുള്ള ഗുണ്ടാ തലവന്മാരുമായുള്ള ബന്ധം ഇയാളുടെ ജീവിതം മാറ്റിമറിച്ചു. പിന്നീട് ഗുണ്ടാ ഓഫീസ് തുടങ്ങി കൊച്ചി അധോലോകത്തേക്ക് കാലെടുത്തു വയ്ക്കാനുള്ള നീക്കമാണ് ആഷ്ലിന് കുരുക്കായത്. ഇൻസ്റ്റാഗ്രാമിൽ 31 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ആഷ്ലിൻ ബൽമൻ എന്ന കളിയിക്കാവിള സ്വദേശിയെക്കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങിയത് 1 മാസം മുൻപ് മാത്രമാണ്. കൊച്ചി മരടിൽ VIP ഗ്രൂപ്പിന്റെ ഓഫീസ് തുറന്നതോടെയാണ് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത്. കളിയിക്കാവിളയിലെ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച ആഷ്ലിന്റെ യാത്ര ആഡംബര കാറുകളിലാണ്. സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വാച്ചും സൺഗ്ലാസും ധരിച്ചെത്തുന്ന ഇയാളെ കണ്ടാൽ ആവേശം സിനിമയിലെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ പോലെ തോന്നും. ലോകത്തെ അതിസമ്പന്നരിൽ ഒരാൾ, സിനിമാ നിർമ്മാതാവ്, മനുഷ്യാവകാശ കമ്മീഷൻ തമിഴ്നാട് വൈസ് പ്രസിഡന്റ് എന്നൊക്കെ സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന ഈ ആഷ്ലിൻ ആരായിരുന്നുവെന്ന് വിശദമായി അറിയണം. വരെ കളിയിക്കാവിളയിലെ ഗ്യാസ് ഏജൻസിയിൽ ഡ്രൈവറായിരുന്നു ആഷ്ലിൻ. അതിനിടെ ചുമട്ടുതൊഴിലാളിയായും കെട്ടിട നിർമ്മാണത്തിനുമൊക്കെ പോയിട്ടുണ്ട്. 2018 ശേഷം ഗൾഫിലേക്ക് പോയ ആഷ്ലിൻ തിരിച്ചെത്തിയത് ബിസിനസ് സംരംഭകൻ എന്ന നിലയിലാണ്. പിന്നീട് ഇയാൾക്കുണ്ടായ സാമ്പത്തിക വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തും. ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയതോടെ ആഡംബര കാറുകളിലാണ് യാത്ര. കയ്യിൽ പലപ്പോഴും തോക്കും മാരകായുധങ്ങളും കാണും. പിന്നീട് നാട്ടുകാർ കണ്ടത് മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡ് വെച്ച് യാത്ര ചെയ്യുന്ന ആഷ്ലിനെയാണ്. പെരുമ്പാവൂർ അനസ് ഉൾപ്പെടെയുള്ള ഗുണ്ടാ തലവന്മാരുമായുള്ള ബന്ധമാണ് ഇയാളുടെ ജീവിതം മാറ്റിമറിച്ചത്. ഈ കാലയളവിൽ ദുബായ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ VIP ഗ്രൂപ്പ് എന്ന പേരിൽ സ്ഥാപനങ്ങൾ തുടങ്ങി. പിന്നീട് കൊച്ചി മരടിൽ VIP ഗ്രൂപ്പിന്റെ ഓഫീസ് തുറന്നതോടെ ആഷ്ലിന്റെ തട്ടിപ്പ് കഥകൾ പുറത്തുവന്നു. കഴിഞ്ഞ മാസം കൊച്ചിയിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിനു പിന്നാലെ ഒളിവിൽ പോയ ആഷ്ലിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ദുബായിലേക്ക് കടന്ന് തട്ടിപ്പ് നടത്തിയതായി ചില സൂചനകൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. നേരത്തെ പോലീസ് പൂട്ടിച്ച മരടിലെ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിലുള്ള സിനിമാ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു. ഇതിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. ഭാര്യയും ഭർത്താവുമായാൽ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ.
എന്നാൽ ഇക്കാലത്ത് പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അക്രമത്തിലും കൊലപാതകത്തിലുമാണ് കലാശിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. പള്ളിക്കൽ സ്വദേശിനി സരസ്വതിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസിൽ കീഴടങ്ങി. സരസ്വതി അമ്മയുടെ കൈകൾ രണ്ടും കയറുപയോഗിച്ച് കെട്ടിയിട്ട ശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ സുരേന്ദ്രൻ പിള്ളയും ഭാര്യ സരസ്വതി അമ്മയെ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ 10:30 വീടിനുള്ളിൽ വെച്ച് സുരേന്ദ്രൻ പിള്ള പ്ലാസ്റ്റിക് കയർ കൊണ്ട് ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു. അതിനുശേഷം കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. ഇവരുടെ മകന്റെ ഭാര്യയും കുഞ്ഞും ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ സമീപത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കൊലപാതകം. ഈ സംഭവം ചെറിയ വീട്ടുവഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞത്, പക്ഷെ പുറത്താരും അറിയത്തക്ക രൂപത്തിലില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നൊരു വിചാരമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. കൊലയ്ക്ക് ശേഷം മകന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് സരസ്വതി അമ്മയെ വീട്ടിൽ കൊന്നിട്ടുണ്ടെന്ന് പ്രതി പറഞ്ഞു. തുടർന്ന് ഓട്ടോറിക്ഷയിൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കുടുംബ വഴക്കാണ് കൊലയ്ക്ക് കാരണമെന്നും ഭാര്യയിൽ സംശയമുള്ളതായും സുരേന്ദ്രൻപിള്ള പോലീസിന് മൊഴി നൽകി. പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ കുറ്റബോധം വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ആലപ്പുഴയിലെ സുഭദ്ര വധക്കേസിലെ മുഖ്യപ്രതി ശർമിള പോലീസിനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. എന്നാൽ കൂട്ടുപ്രതി മാത്യൂസിന് യാതൊരു പശ്ചാത്താപവുമില്ല. കൊലപാതകം നടത്തിയ വീട്ടിൽ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കണ്ടത് നാടകീയ സംഭവങ്ങളാണ്. സുഭദ്രയെ കുഴിച്ചുമൂടിയ കലവൂരിലെ വാടക വീട്ടിലായിരുന്നു തെളിവെടുപ്പ്. ആദ്യം കുറ്റം നിഷേധിച്ച ശർമിള പിന്നീട് തെളിവെടുപ്പ് സമയത്ത് കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിച്ചു. ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴായിരുന്നു നാടകീയ രംഗങ്ങൾ. താൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ശർമിള മാധ്യമങ്ങൾക്ക് മുന്നിൽ അലറിക്കരഞ്ഞു. വൈകിട്ട് 3 മണിയോടെയാണ് മാത്യൂസിനെയും ശർമിളയെയും കലവൂർ കോർത്തശ്ശേരിയിലെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. ആദ്യം മാത്യൂസിനെ സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയ സ്ഥലത്തെത്തിച്ചു. മൃതദേഹം മറവ് ചെയ്ത കാര്യങ്ങൾ മാത്യൂസ് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. തുടർന്ന് കൊലപാതകം നടന്ന വീടിന്റെ ഹാളിലേക്ക് സുഭദ്രയെ ചവിട്ടി നിലത്തിട്ട് കഴുത്തു ഞെരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്യൂസ് പറഞ്ഞു. പിന്നീട് വീടിനടുത്തുള്ള തോട്ടിൽ ചെടികൾക്കിടയിൽ ഉപേക്ഷിച്ച തലയിണ ഇയാൾ പോലീസിന് എടുത്തു നൽകി. കൊല നടന്ന സമയത്ത് രക്തം കലർന്ന തലയിണ പ്രതികൾ കത്തിച്ചു കളഞ്ഞിരുന്നു. പിന്നീട് മറ്റൊന്നിൽ കൂടി രക്തം കണ്ടതോടെ അത് തോട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വീടിന്റെ പിന്നാമ്പുറത്ത് കഴുത്തു ഞെരിക്കാനായി ഉപയോഗിച്ച ഷാളും ആദ്യത്തെ തലയിണ കത്തിച്ച ഇടവും മാത്യൂസ് കാണിച്ചു കൊടുത്തു. മാത്യു കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമാണ് ശർമിളയെ പുറത്തേക്കിറക്കിയത്. സ്വന്തം മകളെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന സുഭദ്രയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ശർമിള വിവരിച്ചു. കേസിൽ 1-ാം പ്രതിയാണ് ശർമിള. സുഭദ്രയെ കട്ടിൽ നിന്ന് ചവിട്ടി താഴെയിട്ട് കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്.
ആക്രമണത്തിൽ വാരിയെല്ലുകളും കഴുത്തും തകർന്നിരുന്നു. മാത്യൂസിനൊപ്പം സുഭദ്രയെ ചവിട്ടിപ്പിടിച്ച് ഷാളിന്റെ ഒരറ്റത്ത് പിടിച്ച് കഴുത്ത് മുറുക്കിയത് ശർമ്മിളയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സുഭദ്രയുടെ ആഭരണങ്ങൾ വിറ്റ ഉടുപ്പിയിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിറ്റ സ്വർണവും കണ്ടെത്തേണ്ടതായുണ്ട്. അതിനുശേഷമാകും മൂന്നാം പ്രതി റെയ്നോൾഡിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകുക. ന്യൂസ് 18 ആലപ്പുഴ. നടൻ മുകേഷ്, ജയസൂര്യ എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ നടിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുവായ യുവതി. 2014 സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി ചിലർക്ക് മുന്നിൽ തന്നെ കാഴ്ചവെക്കാൻ ശ്രമിച്ചു. നിരവധി യുവതികളെ ഇവർ ലൈംഗിക അടിമകളാക്കിയിട്ടുണ്ട്. നടി സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്നും യുവതി ആരോപിക്കുന്നു. DGPക്ക് യുവതി നൽകിയ പരാതി പ്രത്യേക സംഘം അന്വേഷിക്കും. തനിക്കെതിരെയുള്ള ആരോപണം ആസൂത്രിതമെന്നാണ് നടിയുടെ പ്രതികരണം. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗൗരവമുള്ള 20 മൊഴികളിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കാൻ തീരുമാനമായി. ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരെ ഗുരുതര ആരോപണമാണ് അടുത്ത ബന്ധുവായ യുവതി ഉന്നയിക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ചെന്നൈയിലെ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. കരഞ്ഞ് ബഹളം വെച്ച ശേഷമാണ് രക്ഷപ്പെട്ടതെന്നും യുവതി. അപ്പൊ റൂമിൽ ചെന്നപ്പോ അവിടെ ഒരു 5-6 ആൾക്കാരുണ്ട്. ഈ പുള്ളിക്കാരി ഞാനുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ ഒരാൾ വന്ന് ഷേക്ക് ഹാൻഡ് വന്നു. മറ്റേ ആള് വന്നിട്ട് ഷേക്ക് ഹാൻഡ് തന്നിട്ട് അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ മുടിയിലും മുഖത്തും തോളിലൊക്കെ പിടിക്കാൻ ശ്രമിക്കും. ആ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്തു. അപ്പൊ എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ്, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്തു. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് എന്റെ മുഖത്തും കവിളിലും മുടിയിലൊന്നും പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് ബഹളം വെച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ആദ്യം ഇവർ പറഞ്ഞു കുഴപ്പമില്ല നിൽക്കുന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഷൗട്ട് ചെയ്തപ്പോൾ ഞാൻ ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഇവർ എന്റെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തു. പെട്ടെന്ന് ടോണൊക്കെ മാറി നോർമലായിട്ട് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനു മുമ്പ് പുള്ളിക്കാരി ഇതുപോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതായത് എന്തോ നല്ല കാര്യമായിട്ട് അവർ പറയുന്നു. അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഭയങ്കര സ്റ്റേബിൾ ആയി. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് നിരവധി പെൺകുട്ടികളെ ഈ നടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് നടിയെന്നും യുവതി ആരോപിക്കുന്നു. യുവതി DGPക്ക് നൽകിയ പരാതി പ്രത്യേക സംഘം അന്വേഷിക്കും. ആദ്യം ലോക്കൽ പോലീസിന് കൈമാറിയ പരാതി പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് നടിയുടെ പ്രതികരണം. തന്നെ നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സിനിമയിൽ അവസരങ്ങൾ തേടി പലതവണ പെൺകുട്ടിയും അമ്മയും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും നടി പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല. അമ്മയും മകളും ചെന്നൈയിൽ വന്നത് എന്നത് സത്യമാണ്. 3 ദിവസം അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അമ്മയും മകളും കൂടെ വരുമോ? അല്ലെങ്കിൽ ഒരു അമ്മയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിക്കുമോ? ഇനി ഇതുവരെയും എന്നെ ഒരു പോലീസ് ഓഫീസേഴ്സ് ഒന്നും എന്നെ വിളിച്ചിട്ടില്ല. ഇനി ഞാൻ താമസിച്ച ഫ്ലാറ്റിൽ തന്നെ ഇവർ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം ഈ മിനു എന്തായിരുന്നു എന്ന്. ന്യൂസ് 18 കൊച്ചി. ഇന്ത്യയിൽ നിന്ന് യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ തൊഴിൽ ചൂഷണമാണ്. ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ യാതൊരു മാനുഷിക പരിഗണനയും ഉണ്ടാകാറില്ല. സമയം പോലും നോക്കാതെ പണിയെടുപ്പിക്കും. ജോലി സമ്മർദ്ദം വേറെയും. കൊച്ചി സ്വദേശിനി അന്ന സെബാസ്റ്റ്യൻ എന്ന 26-കാരിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മരണം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. പുനെയിൽ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ എക്സിക്യൂട്ടീവായിരുന്ന അന്ന അമിത ജോലിഭാരം മൂലമാണ് മരിച്ചത്. അന്നയുടെ അമ്മ അനിത ഇവൈ ഇന്ത്യ ചെയർമാൻ അയച്ച കത്ത് പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
തൊഴിൽ സമ്മർദ്ദം മൂലമാണ് അന്ന സെബാസ്റ്റ്യൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ കമ്പനി ചെയർമാന് അന്നയുടെ അമ്മ അയച്ച കത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അന്നയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്ദലജയാണ് അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു നൽകിയത്. അന്വേഷണത്തെ കുടുംബം സ്വാഗതം ചെയ്തു. തൊഴിൽ അന്തരീക്ഷത്തിലെ മാറ്റത്തിന് വേണ്ടിയാണ് കത്തയച്ചതെന്ന് അന്നയുടെ പിതാവ് സിബി ന്യൂസ് 18നോട് പറഞ്ഞു. അതെ, ഞങ്ങൾ ലീഗലായിട്ടുള്ള നടപടികളൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അതായത് ജോയിൻ ചെയ്ത് ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇത് അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. തൊഴിലന്തരീക്ഷം മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അന്നയുടെ മാതാപിതാക്കളുടെ കത്തിന് കമ്പനി അധികൃതർ മറുപടി നൽകി. പഠനത്തിൽ മികവ് പുലർത്തിയ അന്ന മാർച്ചിലാണ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 4 മാസത്തിനിപ്പുറം ജൂലൈയിലാണ് അന്ന താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണു മരിച്ചത്. മരണശേഷം 4 മാസത്തോളം കമ്പനി തുടരുന്ന അനാസ്ഥയെക്കുറിച്ചും അന്നയുടെ അമ്മ കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. മകൾ ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച് വളർത്തി വലുതാക്കിയ ഒരമ്മ ഇപ്പോൾ തൻ്റെ പൊന്നോമന ജയിലിൽ കിടക്കുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കാനാവുന്നില്ല. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഡോക്ടർ ശ്രീകുട്ടി എങ്ങനെയാണ് അജ്മൽ എന്ന ക്രിമിനലിൻ്റെ കെണിയിൽ വീണത്? മുഖ്യപ്രതി അജ്മൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞിരുന്നതിൽ നിന്നാണ് ശ്രീകുട്ടിയുടെ മൊഴി. സിനിമാ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടത്. ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി രക്ഷപ്പെട്ടതെന്ന് അജ്മലും പോലീസിനോട് പറഞ്ഞു. സിനിമാ കോറിയോഗ്രാഫറാണെന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടതെന്ന ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി. താനും അജ്മലും മദ്യം ഉപയോഗിക്കാറുണ്ട്. പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരമാണെന്നും ശ്രീകുട്ടി മൊഴി നൽകി. അതേസമയം ഡോക്ടർ ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരം ഉള്ളതാണോ എന്നതിലും അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ രക്തസാമ്പിളുകളിൽ രാസലഹരി സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ പരിശോധന നടന്നു വരികയാണ്. അതിനിടെ ഡോക്ടർ ശ്രീകുട്ടി നിരപരാധിയാണെന്ന വാദവുമായി അമ്മ സുരഭി രംഗത്തെത്തി. കേസിലെ 1-ാം പ്രതിയായ അജ്മൽ തന്റെ മകളെ കുടുക്കിയതാണെന്നും തന്റെ മുൻ ഭർത്താവാണ് ഇതിന് പിന്നിലെന്നും സുരഭി ആരോപിക്കുന്നു. മകളുടെ മുൻ ഭർത്താവിനെതിരെയും ആരോപണമുണ്ട്. ഈ പയ്യനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഞാൻ കണ്ടിട്ട് നമ്മളെ എന്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് എന്തിനാണ്? എങ്കിൽ ഞാനും എന്റെ മോളോട് പറയില്ലേ, അങ്ങനെ ഒന്നിനും പോകരുത്. എങ്ങനെയോ കുട്ടിക്ക് വെള്ളത്തിൽ കൊടുത്ത് ഇവളെ നശിപ്പിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ആ കുട്ടി ബോധപൂർവ്വം നശിപ്പിച്ചതാണ്. 5 പവന്റെ ബ്രേസ്ലെറ്റും 5 പവന്റെ കൊലുസും 3.5 പവന്റെ മാലയും കമ്മലും 2 മോതിരവും മകൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. എങ്ങനെയാണ് ഇതൊക്കെ ഊരിയെടുത്തതെന്ന് അറിയില്ലെന്നും സുരഭി പറയുന്നു. ശ്രീകുട്ടിയുടെ 2 ഇരുചക്രവാഹനങ്ങളും അജ്മൽ സ്വന്തമാക്കിയെന്നും മാതാവ് ആരോപിച്ചു. അജ്മലിന്റെ ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷണ വിധേയമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഗുരുതര സ്വഭാവമുള്ളത് അനധികൃത സ്വത്ത് സമ്പാദനവും ആഡംബര വീടിന്റെ നിർമ്മാണവുമാണ്. ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിട്ട് സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരിക. മുൻ SP സുജിത് ദാസിനെതിരെയും അന്വേഷണമുണ്ടാകും. അന്വേഷണ സംഘത്തെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം. CPI ഉൾപ്പെടെ
ഘടകകക്ഷികൾ വിമർശനം ശക്തമാക്കുകയും പൊതുജന മധ്യത്തിലുള്ള ചർച്ച എന്തുകൊണ്ട് ADGPയെ സർക്കാർ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്നത് സജീവമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. നേരത്തെ PV അൻവർ MLA ആണ് DGPക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ADGP MR കുമാർ കവടിയാറിൽ നിർമ്മിക്കുന്ന കൊട്ടാര സദൃശ്യമായ ഭവനം, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതി. ഇക്കാര്യത്തിലാണ് വിജിലൻസിന്റെ അന്വേഷണം. ഓണാവധിക്ക് മുൻപ് തന്നെ DGP ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയെങ്കിലും ഓണാവധി കഴിഞ്ഞ് പ്രവൃത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരുന്നില്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതിൻ്റെ രൂപീകരണം താമസിയാതെ തന്നെ ഉണ്ടാകും. ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിലുള്ളത് എന്നതും വൈകാതെ തന്നെ വ്യക്തമാകും. ഏതായിരുന്നാലും ADGPയെ സംബന്ധിച്ച് ഒരു നിയമ നടപടി കൂടി നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്. നേരത്തെ DGPയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ADGPക്ക് പങ്കുണ്ട്. പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് വിജിലൻസ് അന്വേഷണം കൂടി MR അജിത് കുമാർ നേരിടേണ്ട സാഹചര്യമാണ്. വലിയ തോതിൽ പണം സമ്പാദിച്ചു. യൂട്യൂബ് ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ ഈ തരത്തിൽ ADGP വാങ്ങിയെടുത്തു. ചില കേസുകൾ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി അത്തരത്തിൽ പണം വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളും PV അൻവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പരസ്യം കണ്ടാൽ ആദ്യം ചാടി വീഴുക മലയാളികളാണ്. പിന്നീട് ചതിക്കുഴിയിൽ വീഴുമ്പോഴാണ് അപകടം തിരിച്ചറിയുക. എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റാണ് പുതിയ തട്ടിപ്പിൻ്റെ വഴി. ഏറെയും വീട്ടമ്മമാർ ഇരകളായ തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടപ്പെട്ടെന്നാണ് വിവരം. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ യുവതിയാണ് ഇടനിലക്കാരിയായി നിന്ന് പണം തട്ടിയെടുത്തതെന്നാണ് സൂചന. 100 കണക്കിന് ആളുകൾ ഇവരുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന മുഖവരിയോടെ വാട്സാപ്പിലും മറ്റും പ്രചരിക്കുന്ന സന്ദേശത്തോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ഒപ്പം ബിസിനസ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചതായി പറയുന്ന ഒരു യുവതിയുടെ വീഡിയോയും പ്രചരിച്ചിരുന്നു. എനിക്ക് ഡെയിലി 1 lakh എബോവ് വരുമാനം ലഭിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ളത് ലക്ഷറി ഫർണിച്ചറുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. എനിക്ക് ഓരോ ലക്ഷറി ഫർണിച്ചറുകളും 2 വീതമൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇന്ന് എന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാരണമായി. 4500-ലധികം പേരിൽ നിന്നായി 80 കോടിയിലധികം രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കിയെന്നാണ് പ്രാഥമിക വിവരം. വിവരം പുറത്തു പറയാത്തവർ ഇനിയും നിരവധി പേരുണ്ട്. ഇരകളാക്കപ്പെട്ടവർ കൂടുതലും വീട്ടമ്മമാരാണ്. വളാഞ്ചേരിക്കാരിയായ യുവതിയാണ് ഇടനിലക്കാരിയായി നിന്ന് പണം തട്ടിയതെന്നാണ് സൂചന. എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഫർണിച്ചർ വാങ്ങണമെന്നാണ് ആളുകളോട് ആവശ്യപ്പെടുക. 680 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുള്ള ഫർണിച്ചർ വെബ്സൈറ്റിലുണ്ട്. ഫർണിച്ചർ ഓൺലൈനിൽ ഓർഡർ നൽകാനേ കഴിയൂ, പക്ഷേ ലഭിക്കില്ല. അതിനു പകരം ലാഭവിഹിതം എന്ന നിലയിൽ നിശ്ചിത തുക ഓൺലൈനിൽ തന്നെ ലഭിക്കും. ഓർഡർ ചെയ്ത ഫർണിച്ചർ കമ്പനി വാങ്ങി മറിച്ചുവിറ്റ് അതിന്റെ ലാഭവിഹിതം നൽകുന്നുവെന്നാണ് തട്ടിപ്പുകാർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. 1 മാസം പൂർത്തിയാകുമ്പോൾ 680 രൂപയ്ക്ക് വാങ്ങിയ ഫർണിച്ചറിൽ നിന്ന് 1224 രൂപ തിരികെ ലഭിക്കും എന്നതാണ് വാഗ്ദാനം. ഏറ്റവും കുറഞ്ഞ തുകയായ 680 രൂപ മുടക്കി ഫർണിച്ചർ വാങ്ങിയാൽ അപ്പോൾ തന്നെ 115 രൂപ വെൽക്കം ബോണസ് ലഭിക്കും. പിന്നാലെ ഓരോ ദിവസവും 680-ന് പരമാവധി 30 രൂപ എന്ന നിരക്കിൽ വെബ്സൈറ്റ് അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കും. തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിച്ചവർക്ക് കൃത്യമായി പണം കിട്ടിയിരുന്നു. വിശ്വാസം വന്നതോടെ പലരും കൂടുതൽ തുക നിക്ഷേപിച്ചു. ഞാൻ എവിടെയും ആരോടും നിങ്ങൾ വലിയ എമൗണ്ടിലുള്ള പ്രൊഡക്റ്റ് എടുക്കൂ എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. എനിക്ക് ഫസ്റ്റ് എങ്ങനെയാണ്, എനിക്കൊരു മെയിലാണ് വന്നത്, ഇങ്ങനെ ഒരു ഓൺലൈൻ വീട്ടിലിരുന്ന ഒരു ജോലിയുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ 460 രൂപക്കാണ് നിങ്ങൾക്ക് ജോലി ഉള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ 460 രൂപയല്ലേ ഉള്ളൂ, ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. കയറി എല്ലാവരെയും പോലെ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആളുകളെ ചേർത്തി കഴിഞ്ഞാലാണ് കൂടുതൽ വരുമാനം കിട്ടാന്ന് മനസ്സിലായി. അപ്പോഴും എൻ്റെ കീഴിൽ കയറിയ ആളുകളോട് ഞാൻ പറഞ്ഞു, ഇതേപോലെ ചെറിയ എമൗണ്ടിന് ലാഭം കൊണ്ട് കളിക്കുക. കഴിഞ്ഞ മാസം അവസാനം 10 ദിവസത്തേക്ക് 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് 10 ഇരട്ടിയാകുമെന്ന ഓഫറുമെത്തി. ഇതുവരെയുള്ള ഇടപാടുകളിൽ വിശ്വസിച്ചവർ ഇതോടെ 50,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചു. ഒന്നിച്ച് വൻ തുക നിക്ഷേപം സ്വീകരിച്ച ശേഷം വെബ്സൈറ്റ് പണിമുടക്കി.
വെബ്സൈറ്റ് പൂട്ടുന്നതിന് മുമ്പ് അതിലൊരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ വൻതുക നികുതി അടയ്ക്കേണ്ടതിനാൽ ഇവിടെയുള്ള വ്യാപാരം നിർത്തുകയാണെന്നും ഇനി ഭൂട്ടാനിൽ സമാനമായ പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു സന്ദേശം. എന്നാൽ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 2000 രൂപയോളം മുടക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇതോടെയാണ് ഇത് വൻ ചതിയാണെന്ന് ബോധ്യപ്പെട്ടതെന്ന് കുടുങ്ങിയവർ പറയുന്നു. കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ പരാതികളുമായി നെട്ടോട്ടമോടുകയാണ് നിക്ഷേപകർ. ന്യൂസ് 18 തിരൂർ. സമൂഹ മാധ്യമങ്ങളിലെ ചതിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാലും മലയാളികൾ ഇതൊന്നും കണ്ട് പാഠം പഠിക്കില്ല. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ഹണി ട്രാപ്പിലൂടെ പണം നഷ്ടപ്പെട്ട മലപ്പുറം കാവനൂർ സ്വദേശിയാണ് ഒടുവിലത്തെ ഇര. 5 അംഗ സംഘമാണ് മർദ്ദിച്ച് അവശനാക്കി പണം തട്ടിയെടുത്തത്. 15-കാരനെ മുന്നിൽ നിർത്തിയാണ് ഹണി ട്രാപ്പ് കെണിയൊരുക്കിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരീക്കോട് കാവനൂർ സ്വദേശി അൻവർ സാദത്ത്, പുത്തലം സ്വദേശി ആഷിഖ്, എടവണ്ണ സ്വദേശി ഹരികൃഷ്ണൻ, പ്രായപൂർത്തിയാകാത്ത 2 പേർ എന്നിവരെയാണ് അരീക്കോട് SHO വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കാവനൂർ സ്വദേശിയായ 26-കാരനാണ് ഹണി ട്രാപ്പിൽ കുടുങ്ങിയത്. ഹണി ട്രാപ്പ് കെണിയൊരുക്കിയത് 15-കാരനാണെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. 26-കാരനെ സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടതാണ് തട്ടിപ്പിന് തുടക്കം. 15-കാരനുമായുള്ള സൗഹൃദം ശക്തമായതോടെയാണ് അരീക്കോട് വെച്ച് കൗമാരക്കാരനെ കാണണമെന്ന് പരാതിക്കാരൻ അറിയിച്ചത്. എന്നാൽ അരീക്കോട്ടെത്തിയ 26-കാരനെ പ്രതികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം 20,000 രൂപയും പിന്നെ 2 ഘട്ടമായി 1 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. ഭീഷണിക്ക് വഴങ്ങിയ 26-കാരൻ 40,000 രൂപ സംഘത്തിന് നൽകി. സംഘം വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് ഇയാൾ പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയും തട്ടിയെടുത്ത പണവുമായി കൊടൈക്കനാലിൽ പോയി തിരിച്ചെത്തിയ സംഘത്തെ തന്ത്രപരമായി വലയിലാക്കുകയായിരുന്നു. പ്രതികളിൽ 3 പേരെ മട്ടാഞ്ചേരി കോടതിയിലും പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ കോടതിയിലും ഹാജരാക്കി. തിരൂർ. തിരുവോണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട് വിട്ടിറങ്ങിയ ഗൃഹനാഥനെ കാണാനില്ലെന്ന് പരാതി. കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി അനിൽ ജോസഫിന് എന്താണ് സംഭവിച്ചത്? യുവാവിൻ്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് സംശയം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മൈനാഗപ്പള്ളി ഇടവനശ്ശേരിയിലാണ് നമ്മളുള്ളത്. വാറുതുണ്ടിൽ കിഴക്കതിൽ എന്ന ഈ വീട്ടിലെ ഗൃഹനാഥനെ കാണാതെയായിട്ട് ഏകദേശം 9 ദിവസം പിന്നിടുന്നുണ്ട്. ഇതുവരെയും അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. 9-ാം തീയതിയിൽ അദ്ദേഹം ഈ വീട്ടിന്റെ ഈ മുറ്റത്ത് ഈ പടിയിൽ ഇന്ന് സംസാരിച്ചിരിക്കുന്നതായിരുന്നു ഈ വീട്ടിലുള്ളവർ കണ്ടത്. പിന്നെ ഈ വീട്ടിലെ ഗൃഹനാഥ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തോട്ട് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും കാണാതെ. അദ്ദേഹം ഇവിടെ നിന്നും നടന്നു പോയതായിട്ട് ഇവിടെ വീട്ടിലുള്ള ഇവിടുത്തെ അച്ഛൻ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേച്ചി, ശരിക്കും വളരെ ദുഃഖിതരാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ. എന്താണ് പോലീസ് പരാതി നൽകിയോ? നൽകി. പെട്ടെന്ന് പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. കടബാധ്യതകളോ വഴക്കുകളോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞിരുന്നോ നേരത്തെ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പനി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു കുഴപ്പവും. 9-ാം തീയതിയിൽ ഈ വീട് വിട്ട് ഇറങ്ങുന്നു ഇവിടുത്തെ ഗൃഹനാഥൻ. അന്നത്തെ ദിവസം തിരിച്ചു വരും എന്ന് കരുതി ഇവർ കാത്തിരുന്നു. തിരിച്ചു വരാതെ ആയപ്പോഴാണ് ഇവർ തൊട്ടടുത്തുള്ള ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പരാതി നൽകിയിട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത്, അല്ലേ ചേട്ടാ? ശരിക്കും
ബന്ധുക്കളുടെ വീടുകളിലെല്ലാം അന്വേഷിച്ചു, പള്ളികൾ അന്വേഷിച്ചു. മണ്ണർക്കാട് പള്ളിയിൽ പോയിരുന്നു ഒരാഴ്ച മുന്നേ, ആ പള്ളികളിലും അന്വേഷിച്ച്. ബാക്കിയെല്ലാം ഇതുവരെ ഒരു മെസ്സേജുകൾ നമുക്ക് വന്നിട്ടില്ല. ഇവിടെ ഞാൻ ഇതുപോലെ നിൽക്കുമ്പം അവൻ ഇങ്ങോട്ട് വടക്കോട്ട് പോന്നാട്ട് മറ്റേ പഞ്ചായത്താവുന്ന മുറക്കാൻ പിടിക്കാൻ പോന്നെ, അങ്ങനെ ഞാൻ കണ്ടുള്ളൂ. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറയത്തില്ല, എന്നൊന്നും ഉച്ചപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. തിരിച്ചു വരുമെന്ന് കരുതിയായിരുന്നല്ലേ പെട്ടെന്ന്? വൈകിട്ട് പോകുന്ന അവൻ 6 മണി വരെ കാത്തിരുന്നു. ഇപ്പം വരും. ഹനി ജോസഫിന് 2 മക്കളാണുള്ളത്. അവർ രണ്ടുപേരും പഠിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ പെട്ടെന്ന് തന്നെ ഈ ഗൃഹനാഥൻ വീട്ടിലേക്ക് വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തെ കണ്ടെത്തണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സുനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. മലയാള സിനിമയിലെ ലൈംഗിക പീഡനങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും യുവതികൾ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. തെലുങ്ക് സിനിമയും ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയത് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുള്ള നൃത്ത സംവിധായകൻ ജാനി മാസ്റ്ററാണ്. സഹപ്രവർത്തകയായ 21-കാരിയുടെ പരാതിയിലാണ് ജാനി ഭാഷ എന്ന ജാനി മാസ്റ്ററെ അറസ്റ്റ് ചെയ്തത്. പീഡനാരോപണത്തെ തുടർന്ന് ഒളിവിലായിരുന്ന ജാനി ഗോവയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഒരു പീഡന പരാതി ലഭിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് അറസ്റ്റ്. ഇവിടെ നമ്മുടെ കേരള പോലീസ് ഇപ്പോഴും കുറ്റാരോപിതരെ സംരക്ഷിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.